നിങ്ങൾക്ക് ആർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഫുഡ് കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ 100 ഗ്രാം ആണെങ്കിലും ഈ പറയുന്ന ഈ നമ്പറിൽ വിളിച്ച് അവിടെ എത്തിക്കുകയാണെങ്കിൽ അവർ അർഹതപ്പെട്ടവർക്ക് അവിടെ എത്തിക്കുന്നതായിരിക്കും. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ നമ്മുടെ റമദാൻ്റെ ഒരു ദിവസത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. മിൽക്ക് ഷർബത്ത് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ തേങ്ങാപ്പാലുകൊണ്ട് പാല് വരാനുള്ള ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ സ്നാക്കായിട്ട് സ്പ്രിംഗ് റോൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കിയ ഒരു മാംഗോ പുഡിംഗ് ആണ്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കാൻ വിട്ടുപോയി കേട്ടോ, അവസാനത്തെ സീൻ. അതുകൊണ്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ആർക്കെങ്കിലും ഇത് ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കയറി നോക്കാം കേട്ടോ. ഈ നെക്ലസ് ആയിരുന്നു കേട്ടോ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഇക്ക സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞില്ലേ, ഈ നെക്ലസ് ആയിരുന്നു. ഇത് ശരിക്കും എനിക്ക് ആ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഈ നെക്ലസ് നമ്മൾ ഇവിടെ പാലക്കാട് നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഇത് വന്നിട്ട് എത്ര പവന്ന് വെച്ചാൽ ആ സമയത്ത് ഞാൻ വാങ്ങുന്ന സമയത്ത് ഒരു 5 കൊല്ലം മുമ്പ് എൻ്റെ രണ്ടാമത്തെ ബ്രദറിൻ്റെ കല്യാണ സമയത്ത് ഗോൾഡ് എടുക്കാൻ പോയപ്പോൾ കണ്ടിട്ട് ഇഷ്ടമായിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. 10 പവൻ വാങ്ങിക്കാനുള്ള കാശായിരുന്നു അപ്പോൾ ആയിട്ടുണ്ടായിരുന്നത്. ഇക്കാക്ക് പൊതുവെ സ്റ്റോണുള്ള സാധനമൊന്നും ഇഷ്ടമല്ല, എങ്കിലും എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ കണ്ടപ്പോൾ ഇക്കാടെ ഫാമിലിയിൽ എല്ലാവർക്കും ഈ മാല ഇഷ്ടമായി. ഇക്കാടെ ബ്രദറിൻ്റെ മോൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവളുടെ മാരേജിന് ഇതേപോലെ തന്നെ ഒന്നും കൂടെ പറഞ്ഞുണ്ടാക്കിച്ചിട്ട് അവൾക്ക് ഗിഫ്റ്റും ഇതേപോലത്തെ ഒരു നെക്ലസ്സാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മുരിങ്ങക്കായൊക്കെ കുറേ മൂക്കാനയക്കണം, അപ്പോൾ ഹയാൻ കയറിയിട്ട് അങ്ങനെ പറിക്കുക ചെയ്തത്. ഇത് രാവിലെയാണ് കേട്ടോ. പിന്നെ ഞാനിന്ന് ഇത്തിരി നേരത്തെ കുറച്ച് പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിച്ചൺ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് ബദാം പിസിനാണ്. അത് കുറച്ച് വെള്ളത്തിൽ കുതിരാൻ വെക്കാം. ഇന്നത്തെ നമ്മുടെ ഡ്രിങ്കിന് ഇതെന്തായാലും മസ്റ്റാണ് കേട്ടോ. പിന്നെ ഉള്ളി എടുക്കുന്നുണ്ട്, നമ്മുടെ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കുക. സ്പ്രിംഗ് റോളിന് വേണ്ടിയിട്ട് നമ്മുടെ ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, പച്ചക്കറികളാണ് ഇതൊക്കെ. ക്യാരറ്റ്, ഉള്ളി ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക. പിന്നെ നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലിൽ പാല് വരാനുള്ള ആ ഡ്രിങ്ക് ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നതാണ്. പിന്നെ നമുക്ക് ആപ്പിൾ വേണം. പിന്നെ ഇന്നത്തെ ജ്യൂസ് ഷമാം ജ്യൂസ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷമാമിൻ്റെ ഉള്ളിലുള്ള ഈ സംഭവം നമ്മൾ ഫേസ് പാക്ക് ആക്കാൻ നല്ലൊരു സാധനമാണ് കേട്ടോ. അത് ഞാൻ ഡിവൈൻ ബ്യൂട്ടിയിൽ ഒരു ദിവസം ഇട്ട് കാണിക്കാം. അപ്പോൾ ഷമാമൊക്കെ കട്ട് ചെയ്തു. അതിന് ശേഷം പിന്നെ ആപ്പിൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. നമ്മുടെ മിൽക്ക് ഷർബത്ത് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതിന് നമുക്ക് ആപ്പിൾ വേണം. അതിന് വേണ്ടിയിട്ടാണ്. ഈ ആപ്പിൾ എപ്പോഴും നമ്മൾ വാങ്ങുന്ന സമയത്ത് തൊലി നന്നായിട്ട് കഴുകണം, തൊലിയോടെ ഇടാണ്. കാരണം തൊലിയിൽ നിറയെ ഒരു മരുന്നൊക്കെ അടിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ അതിന് ശേഷം കുറച്ച് ബീഫ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്ന് കറി ബീഫാണ്. അപ്പോൾ ആ ബീഫ് എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെജിറ്റബിൾ മാത്രമാണെങ്കിൽ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ബീഫ് ഉള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചത്. പിന്നെ നമുക്ക് ജ്യൂസ് അടിക്കാം. നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ നമുക്ക് ഷർബത്ത് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പാലും കൂടെ ഒന്ന് കാച്ചിയെടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കസേഴ്സ് എടുത്തിട്ട് വെള്ളത്തിൽ കുതിരാനിടാം. നോമ്പിന് മാക്സിമം കസേഴ്സ് കഴിക്കുന്നത് അത്രയും നല്ലതാണ് കേട്ടോ, നമ്മുടെ ശരീരം തണുപ്പിക്കാൻ. ഈ കുറച്ച് പഞ്ചസാര വെള്ളം കലക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ആപ്പിളിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കറുപ്പാവുന്നത് ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ആപ്പിളൊക്കെ കട്ട് ചെയ്ത് വെച്ച് കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങനെ ഒരു ബ്ലാക്ക് ആയിട്ട് മാറൂലേ. ഇത് മാറാതിരിക്കാൻ ഫ്രൂട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് പഞ്ചസാര വെള്ളം മുകളിൽ തെളിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങനെ ആവൂല. നമുക്ക് എത്ര നേരം വേണമെങ്കിൽ പിന്നെ പുറത്ത് വെക്കാം. ഇനി ഫില്ലിങ്ങിന് വേണ്ട സാധനങ്ങൾ നോക്കുകയാണ്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുറച്ചൊന്ന് വഴറ്റുക. അതിന് ശേഷം നമ്മുടെ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം തന്നെ ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. സൈഡിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് പിന്നെ വെജിറ്റബിളിൻ്റെ കൂടെ അങ്ങനെ മിക്സ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ അപ്പോഴേക്കും നമ്മുടെ ഷർബത്തിന് പഞ്ചസാര ഇടാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ട മുളക് പൊടി 1 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ.
അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരുന്ന, അതായത് പിച്ചി വെച്ചിരുന്ന ബീഫും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് സോയ സോസ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. ഈ സോയ സോസ് എന്ന് പറഞ്ഞാൽ സോയാബീനിൽ നിന്ന് എടുക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് വലിയ നമുക്ക് പ്രശ്നമൊന്നുമില്ല. എന്താ പറയുക, ഒരു സംഭവം വീട്ടിൽ എപ്പോഴും ചെയ്യുന്നതാണ്, പേരൊന്നുമില്ല കേട്ടോ. അതുണ്ടാക്കുക എന്ന് വെച്ചാൽ പാൽ കൊടുക്കുന്നവർക്ക് പാല് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. തേങ്ങാപ്പാൽ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിക്കുന്നതാണ് കേട്ടോ. ഈത്തപ്പഴം ഉണ്ടെങ്കിൽ ഈത്തപ്പഴം ഇടാം, പഴം ഇടാം. പിന്നെ ഞാൻ ബേസിൽ സീഡും കൂടി ഇടുന്നുണ്ട്, അതായത് കസേഴ്സും ചിയാ സീഡും ഒന്നല്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ട് വീണ്ടും എല്ലാവരും ചോദിക്കുന്നുണ്ട്. രണ്ടും വേറെ വേറെയാണ് കേട്ടോ. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് നിർത്താം കേട്ടോ. പിന്നെ നിർത്തണ്ട, അതിൽ വേറെ പാൻ വെച്ചിട്ട് ഈ ഫില്ലിങ്ങിലുള്ള ആ ഷീറ്റ് നമ്മൾ ഉണ്ടാക്കണം. അപ്പം അത് മാറ്റി വെക്കാം കേട്ടോ. തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്നതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മുറിച്ച് വെച്ചിരുന്ന ഈ പഴം ഇട്ട് കൊടുക്കാം. കുറച്ച് ഞാൻ ക്യാരറ്റും കൂടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഒന്നാം പാലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ബേസിൽ സീഡും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഈത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈത്തപ്പഴം കൂടി ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ മധുരത്തിന് പഞ്ചസാരയോ തേനോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ ഈ ഈത്തപ്പഴം ഇങ്ങനെ കഷ്ണാക്കിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പാല് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നവര് ഇത് ഒരു 1/2 കപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് കാലാണ്. ഇതുപോലെ ഒന്നും കൂടെ. ഇനി ഇതിൻ്റെ 1 കപ്പിന് നമുക്ക് കോൺഫ്ലോർ എടുക്കണം കേട്ടോ. അപ്പോൾ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കലക്കി കൊടുക്കാം. ഈ ഒരു വെള്ളം പോലെയുള്ളൊരു പാകത്തിലാക്കി എടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ജ്യൂസാ ഷർബത്താണ്, മിൽക്ക് ഷർബത്താണ് ഉണ്ടാക്കുന്നത്. മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് തേങ്ങാപ്പാലിൻ്റെ ഡ്രിങ്കില്ലേ, അതിലേക്കാണ് കേട്ടോ ഈ ആപ്പിൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. ആപ്പിൾ എന്ന് മാത്രമല്ല നമ്മുടെ ഉള്ള എല്ലാ ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലതാണ് ശരീരത്തിന്, ഒരുപാട് തണുപ്പും എല്ലാം തരും കേട്ടോ. ചെറിയ കുട്ടികൾക്കും എല്ലാവർക്കും വേണമെങ്കിൽ ഇത് കൊടുക്കാം. പക്ഷേ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ കുടിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഷീറ്റ് ഉണ്ടാക്കാനാണ് നോക്കുന്നത്. അതിന് വന്നിട്ട് ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ ആ ബ്രഷ് വെച്ചിട്ട് ഇതിലിങ്ങനെ പെയിൻ്റ് അടിക്കണ പോലെ ആക്കി കൊടുത്താൽ മതി. പക്ഷേ എൻ്റെ കയ്യിൽ ബ്രഷ് കാണാനില്ല, കുട്ടികൾ എവിടെയോ കൊണ്ടിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇത് ചൂടാകാതെ, അതായത് പാന് ചൂടാകാത്ത പാനിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല നെയ്സായിട്ടുള്ള ആ ഒരു ഷീറ്റ് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയായിട്ടാണ് കിട്ടുക. ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് ആ ചൂടൊന്ന് തട്ടുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ട് ഇതുപോലെ ആയിട്ട് അങ്ങനെ ഈ പാനിൽ നിന്നും വിട്ട് വരും. ഈ വിട്ട് വരുന്ന സമയത്ത് നമ്മൾ അതിനെ എടുക്കണം. സൂക്ഷിക്കുക, കയ്യിൽ ആവി കൊള്ളാനും പൊള്ളാനും ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ചെയ്യുക ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ. അങ്ങനെ നല്ല തിന്നായിട്ടുള്ള ഷീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ് കുറേശ്ശെയായിട്ട് വെച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. ഞാനിതുപോലെ റോൾ ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്. നല്ല നൈസായിട്ടുള്ള ഷീറ്റാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ട്രാൻസ്പാരൻ്റ് ആണ്, ഉള്ളിലുള്ളത് ഇങ്ങനെ കാണുന്ന പോലെ ഉണ്ടാവും. കുറച്ചും കൂടെ കട്ടിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടൂല എന്ന് മാത്രം. അപ്പോൾ ഞാൻ കണ്ടില്ല, ഇങ്ങനെ ഓരോന്ന് ചുട്ടതിന് ശേഷം ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ വാഷ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് അടുത്തത് ഒഴിച്ചു കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ടഫൊക്കെയാണ്. നമ്മുടെ കയ്യിൽ ബ്രഷ് ഉണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ.
അങ്ങനെ അടുത്തതും അതുപോലെ ഇത് കുറച്ച് പിന്നീട് ഞാനെല്ലാം ഒന്ന് ഇത്തിരി ഒന്ന് നേരത്തേക്കാളും കുറച്ചൊന്ന് കട്ടിയാക്കിയിട്ടുണ്ട് കേട്ടോ. പൊട്ടിപ്പോണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോന്നും ഇങ്ങനെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിൽക്ക് സർബത്തിൽ നമുക്ക് നമ്മുടെ ചിയാസി അല്ല കസേഴ്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആപ്പിളും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ എണ്ണ പാകത്തിന് ചൂടാവുമ്പോൾ നമുക്ക് ഈ റോൾസൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ എല്ലാ റോളും ഒന്നിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം കൂടെ ചെയ്യണ്ടല്ലോ. അപ്പോൾ ഇന്നലെ നിങ്ങൾ ചോദിച്ച കുറേ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ കമൻറ്റിൽ, അത് ഞാനിപ്പോൾ പറയാം. അതായത് ആ സർപ്രൈസ് തന്ന ആദ്യത്തെ മാല എന്തായി എന്നുള്ളത് ഇക്ക എന്നെ പേടിപ്പിക്കാനും വേണ്ടിയിട്ട് സ്വർണ്ണമാണെന്ന് പറഞ്ഞിട്ടാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിലിങ്ങനെ കെട്ടി വെച്ചിട്ട് ഞാനിങ്ങനെ കയ്യിൽ പിടിക്കുന്ന സമയത്ത് വാങ്ങിയിട്ട് ഇക്ക ഇങ്ങനെ മേലേക്ക് വിടും. അപ്പോൾ നമ്മളൊക്കെ ആകെ ടെൻഷനാവും. അതിന് വേണ്ടിയിട്ടാണ്. ഇക്കൊക്കെ ടെൻഷനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അത് വിട്ടപ്പോൾ തന്നെ എനിക്ക് സംഭവം മനസ്സിലായി അത് ഗോൾഡ് അല്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചിരിച്ചിട്ട് നിൽക്കൂലല്ലോ. അപ്പോൾ അത് ഗോൾഡ് അല്ല, കടയിൽ നിന്ന് എവിടെ നിന്നോ അങ്ങനത്തെ ഒരു സംഭവം വാങ്ങിയിട്ട് വന്നിട്ട് അങ്ങനെ വിട്ടാണ്. അത് കുറച്ചു ദൂരം പോയിട്ട് കുറച്ചു ദൂരം മേലേക്ക് പോയി പിന്നെ അങ്ങനെ താഴേക്ക് തന്നെ വീഴുകയും ചെയ്തു കേട്ടോ. അതുകൊണ്ട് അത് ഗോൾഡാണെന്ന് വിചാരിച്ചിട്ട് ആരും ഇനി ടെൻഷൻ ആവണ്ട. പിന്നെ അടുത്തത് വന്നിട്ട് ചുച്ചുക്കുട്ടി വെള്ളം ചോദിക്കുന്നുണ്ടായിരുന്നു, കൊടുത്തില്ലേന്ന്. ചുച്ചുക്കുട്ടിക്ക് വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഹയാന് നോമ്പ് ഉറക്കാൻ കുറച്ച് സമയങ്ങൾ ബാക്കി നിൽക്കുകയും ചെയ്യുന്ന പരിപാടിയാണ്. അവിടെയുള്ള തെങ്ങിൽ പകുതിയൊക്കെ കയറിയിരിക്കണു. ഞാനല്ലത് എടുത്തത്, ഇത് റനക്കുട്ടിയാണ് കേട്ടോ എടുത്തത്. അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ ഒരു ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് ഹെയ്സന് നാലാമത്തെ മോന് എന്തുകൊണ്ട് കേക്ക് കൊടുത്തില്ല എന്നുള്ളത്. കേക്ക് കൊടുക്കാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ബർത്ത്ഡേ ദിവസം ഇതുപോലെ ഞാൻ കാണാതെ ഇങ്ങനെ മുമ്പൊരു പ്രമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കേക്ക് തിന്നിട്ട് അവന് സുഖമില്ലാണ്ടായി. സത്യം പറഞ്ഞാൽ എനിക്ക് ലൈഫിൽ ഇനി അങ്ങനെ ഒരു പ്രമോഷനും ഒന്നും ചെയ്യണ്ടെന്ന് നമ്മൾ വിചാരിച്ചൊരു സമയമായിരുന്നു കേട്ടോ അത്. അങ്ങനെ ആ കേക്ക് കഴിച്ച് അവന് വയ്യാണ്ടായിട്ട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി പിന്നെ ഒരു 1 വീക്കോളം വയറ്റിന്നും പോയി ആകെ ബുദ്ധിമുട്ടിയ ഒരു സമയമായിരുന്നു. അതുകൊണ്ട് ആണ് ഞാൻ പിന്നെ കേക്ക് അവന് കൊടുക്കാതിരുന്നത്. അങ്ങനെ നമ്മൾ നോമ്പ് തുറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഇബിലീസ് വന്നു എന്ന് പറഞ്ഞ പോലെ കറണ്ട് ആ സമയത്ത് കറക്റ്റായിട്ട് അവർ ഓഫാക്കും. വാങ്ങ് കൊടുക്കുന്നതും അവർ ഓഫാക്കുന്നതും ഒരേപോലെയായിരുന്നു. അപ്പോൾ കുറേ നേരം നമ്മൾ ഇരുട്ടിലാണ് ബാക്കിയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ 2 ഡ്രിങ്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മിൽക്ക് ഷർബത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതുപോലെ നമ്മുടെ വേറൊരു ഫസ്റ്റ് നോമ്പിന് ഇട്ട റെസിപ്പി ഇപ്പം മിക്ക യൂട്യൂബേഴ്സ് ഇടുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മളാണ് അത് ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത് കഞ്ഞിയാണ് കേട്ടോ. പള്ളിയിൽ നിന്ന് ഇക്ക കഞ്ഞി വാങ്ങിയിട്ട് വന്നതാണ്. പോയ നോമ്പിന് എന്നും വാങ്ങിയിട്ട് വരുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം കുറവാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് കൊടുത്ത് വിട്ടപ്പോൾ പിന്നെ ഇക്കയും പോയിട്ട് കഞ്ഞി വാങ്ങാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു എമോജിയെങ്കിലും കമൻ്റായിട്ട് ഇടുക. അപ്പോഴേ എനിക്ക് അറിയുള്ളൂ നിങ്ങൾ നോക്കുന്നുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പിന്നെ അതുപോലെ പറ്റുവാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ബീഫ് കറിയാണ് കേട്ടോ. ബീഫ് കറിയും ചപ്പാത്തിയും ദോശയും ഒക്കെയാണ്. ഭൂരി വന്നിട്ട് എൻ്റെ ഉമ്മ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭൂരി ചുടാൻ ഇഷ്ടമല്ല. എണ്ണയിലിങ്ങനെ അതെന്തോ ഭൂരി ചുടാൻ മാത്രമേ എനിക്ക് ഇഷ്ടമല്ല. ഭൂരി ചുടാൻ മാത്രമെന്നല്ല, ചില ഇങ്ങനത്തെ കുറച്ച് ഭൂരി, ഇടിയപ്പം,
ഈ സംഭവങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല കേട്ടോ. എനിക്ക് കഷ്ടമായതുകൊണ്ടായിരിക്കാം മേ ബി. അപ്പോൾ നമ്മുടെ ഈ സ്പ്രിംഗ് റോൾസും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും അതും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ ചിക്കൻ റോളൊക്കെ ആകുമ്പോൾ ഭയങ്കര കട്ടിയിൽ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ലേ? ഇതേ നമ്മുടെ ചുച്ചുക്കുട്ടി ചെയ്യണ പരിപാടി നോക്ക്. എന്താണിങ്ങനെ? വർഷങ്ങളായിട്ട് പാവപ്പെട്ടവർക്ക്, അതായത് ഒരു നേരം ഭക്ഷണം പോലും ശരിക്കും കിട്ടാതെ തനിച്ച് താമസിക്കുന്ന സ്ത്രീകൾ, പിന്നെ ജോലിക്ക് പോകാൻ കഴിവില്ലാത്തവർ, ഇതുപോലെയുള്ള ഫാമിലിയിലുള്ളവർക്ക് ഫുഡ് മീൻസ് ഫുഡ് വെക്കാനുള്ള സാധനങ്ങൾ മാസാമാസം കറക്റ്റായിട്ട് അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവർ വന്ന് വാങ്ങുക. അവിടെ ഒരു സെൻറ്റർ വെച്ചിട്ടുണ്ട്, അവർ വന്ന് വാങ്ങുക. അങ്ങനെ ഒരു സെറ്റപ്പിൽ ചെയ്യുന്നൊരു സ്ഥാപനമാണ്. വിശ്വസിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഒരു നേരത്തെ ഫുഡ്, നിങ്ങളിപ്പോൾ ഒരു 2000-3000 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ, വീട്ടിന് വേണ്ട സാധനം വാങ്ങുകയാണെങ്കിൽ അതിനൊരു 100 ഗ്രാം മാറ്റി വെച്ചിട്ട് ആർക്കെങ്കിലും കൊടുക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. എന്നിട്ട് അവിടെ ഈ സാധനങ്ങൾ എത്തിക്കുക. കാശൊന്നും അല്ല ചോദിക്കുന്നത്, സാധനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് ചെയ്യാം. ആ സാധനം അവിടെ നിങ്ങൾ കൊറിയറോ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എത്തിക്കുകയാണെങ്കിൽ അർഹതപ്പെട്ടവർക്ക് അത് കിട്ടുകയും ചെയ്യും. പിന്നെ ഈ ഒരു മാസത്തിൽ നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പുണ്യം കൂടുതൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാവർക്കും ഈക്വലായിട്ട് അവിടെ വരുന്ന, അർഹതയുണ്ട് എന്ന് തോന്നുന്ന എല്ലാവർക്കും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, എൻ്റെ മേലെ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.